നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. NDA ക്യാമ്പിന് ആവേശമായി അമിത്ഷാ എറണാകുളത്തും ബേപ്പൂരിലും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFും UDFും പരസ്പരം സഹായിക്കുന്നെന്ന് അമിത്ഷാ. രാഹുൽ ഗാന്ധിക്കും വിമർശനം. പ്രകാശ് ബാബുവിന്റെ റോഡ് ഷോയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇടുക്കിയിലും കൊല്ലത്തും. FCRA ബില്ല് ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചുള്ള ബില്ലെന്ന് ഖർഗെ. തൃശൂർ മണലൂരിൽ വീണ്ടും BJPയുടെ കിറ്റ് വിതരണമെന്ന് കോൺഗ്രസ്. വാടാനപ്പള്ളിയിൽ നാടകീയ രംഗങ്ങൾ. പ്രതിഷേധവുമായി LDFും UDFും. കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപൻ അറസ്റ്റിൽ. കിറ്റ് നൽകിയവർ ഇപ്പോഴും പുറത്തെന്ന് TN പ്രതാപൻ. കിറ്റ് കസ്റ്റഡിയിൽ എടുത്തെന്ന് പോലീസ്. കിറ്റുകൾ വിതരണം ചെയ്തു എന്ന LDFന്റെ പരാതി വ്യാജമെന്ന് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. പേരുമാറ്റം ആവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ വീണ്ടും ഹൈക്കോടതിയിലേക്ക്. കർണാടക കുടകിൽ ട്രെക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശിനി ശരണ്യയെ കണ്ടെത്തിയത് 4ാം ദിവസം വനമേഖലയിൽ നിന്ന്. യുവനടിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ചിത്രീകരണ സ്ഥലങ്ങളിലും കാരവാനിലും എത്തിച്ച് തെളിവെടുത്തു. രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ നടപടികൾ വേഗത്തിലാക്കി പോലീസ്. എന്റെ സഹോദരങ്ങളെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അനുസ്മരിച്ച് പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷകളും. വിദ്വേഷത്തെയും വെറുപ്പിനെയും പുറത്താക്കണമെന്നും ലോകത്ത് സമാധാനം പുലരണമെന്നും മാർപ്പാപ്പ. സന്ദേശത്തിൽ യുദ്ധവും തെരഞ്ഞെടുപ്പും ഓർമ്മിപ്പിച്ച് സഭാ അധ്യക്ഷന്മാർ. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. NDA ക്യാമ്പിന് ആവേശം പകർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോഴിക്കോട് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിന്റെ റോഡ് ഷോയിലാണ് അമിത്ഷാ പങ്കെടുത്തത്. രാവിലെ 11 മണിക്ക് മാത്തോട്ടത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ നടുവെട്ടം പാൽ കമ്പനിക്ക് മുന്നിലാണ് അവസാനിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. MT രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും തുറന്ന ജീപ്പിൽ അമിത്ഷായ്ക്കൊപ്പം ഉണ്ടായിരുന്നു. BJP അധികാരത്തിലെത്തിയാൽ കേരളത്തിന് എയിംസ് സാധ്യമാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സ്ഥലം ഏറ്റെടുക്കുന്നതിൽ തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. അതിന് മാറ്റമുണ്ടാകാൻ BJP അധികാരത്തിലെത്തണം. സംസ്ഥാനത്ത് ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രം നൽകിയ വിഹിതം സർക്കാർ കൃത്യമായി വിനിയോഗിക്കുന്നില്ലെന്നും JP നദ്ദ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആരോഗ്യരംഗത്തെ വിദഗ്ധരുമായി തിരുവനന്തപുരത്ത് നടത്തിയ സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. Employee safety, but none are thinking about the employees. To reach the hospitals, that's one request and it's not only in words, it has been translated now in deeds also. And if I talk so, I'll share with you that for 1.4 billion people, 140 crore people, what we have done, we have established 1,81,000 Ayushman Arogya Mandir, which is the first contact point. It is the first contact point between a citizen and the health sector. And generally, what we have seen is that approximately 5,000 population is covered in one Ayushman Arogya Mandir. കേരളത്തിൽ UDF 2ൽ 3 ഭൂരിപക്ഷം നേടുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അയ്യപ്പന്റെ സ്വർണ്ണക്കടത്ത് സംഭവത്തിൽ BJP ഒരക്ഷരം വിമർശിക്കുന്നില്ല. LDF NDAയുടെ സഖ്യകക്ഷിയാണെന്ന രീതിയിലാണ് കേരളത്തിലെ കാര്യങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. Kerala UDF is going to win 2/3 majority. People have lost faith in the governance, administration. Employment is going to the peak.
Every year, 25 lakh of youths are leaving the state for employment. There is no program by the LDF on unemployment. Especially, the trust has been lost on Swami Ayyappan gold theft case. I don't know why the BJP or the national government has not handed over to the CBI yet. So a lot of trust has been gone. It is a God-owns country. People believe that this state will give justice for everything, and 10 years Vijayan government has not done anything. In this district, there is not even a single proof of development. No development has happened. കേരളത്തിലെ സമാധാന അന്തരീക്ഷം ഭീഷണിയിലാണെന്ന് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ. LDFും BJPയും ഒരേ ധാരണയിൽ പ്രവർത്തിക്കുന്നു. പിണറായിയും മോദിയും ഒരേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ കേരളത്തിന്റെ മോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ഏലപ്പാറയിൽ UDF തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. Law and order concerns, increasing incidents of political violence and deteriorating law and order have created fear among citizens. Kerala's tradition of peace is under threat. Nexus of BJP and left. They tell that they attack Congress, but today the left and BJP both are going together to pursue the people of Kerala. In fact, I heard people say Kerala's Modi is Pinarayi Vijayan. തൃശൂർ മണലൂർ മണ്ഡലത്തിൽ വീണ്ടും BJPയുടെ കിറ്റ് വിതരണമെന്ന ആരോപണം. വാടാനപ്പള്ളി സെന്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലാണ് കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 1500-ലധികം കിറ്റുകളാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ഥലത്ത് LDF UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഗോഡൌണിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, ഇന്നലെയാണ് ഈ വാടാനപ്പള്ളിയിൽ കിറ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുണ്ടാകുന്നത്. ഈ കിറ്റ് കണ്ടെത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നാടകീയ രംഗങ്ങളാണ് കടന്നത്. കാരണം മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ അടക്കം അറസ്റ്റിലായ ഒരു സാഹചര്യവുമുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അമ്പിളി, സാന്ത്വനം സാംസ്കാരിക സംഘടന വഴി വിതരണം ചെയ്യാനാണ് കിറ്റുകൾ തയ്യാറാക്കിയത് എന്നായിരുന്നു ഈ ഒരു സ്ഥാപന ഉടമയുടെ വിശദീകരണം. എന്നാൽ UDF പ്രവർത്തകർ ഈ ഒരു സാന്ത്വനം സംഘടനയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു കിറ്റ് വിതരണത്തിന് വിവരം ലഭിച്ചിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് മണലൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ, LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. ഈ സ്ഥലത്ത് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതോടെ പോലീസ് ഇടപെട്ട സ്ഥിതി ശാന്തമാക്കി. മാത്രമല്ല BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവൻ, അതുപോലെ BJP ജില്ലാ നേതാവ് ഭഗീഷ് പുരാടൻ എന്നിവർ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഗോഡൌണിനോട് ചേർന്ന സ്ഥാപന ഉടമയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത്. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച ദേവനെയും ഭഗീഷിനെയും UDF പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും തുടർന്ന് പോലീസ് ഇവരെ വീടിനുള്ളിലേക്ക് മടക്കി അയച്ചെങ്കിലും ഇരുവരും ബാൽക്കണിയിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് സ്ഥാപന ഉടമ പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം BJP പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്തതായി TN പ്രതാപൻ ആരോപിക്കുകയും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് TN പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. BJPയുടെ ജയസാധ്യത തിരിച്ചറിഞ്ഞ TN പ്രതാപൻ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ മെനഞ്ഞെടുത്ത ഒരു കഥയാണ് ഇതെന്നാണ് BJPയുടെ നിലവിലെ ആരോപണം. പെരുമാറ്റച്ചട്ടം ലംഘിച്ച സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണത്തിനെതിരെ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർക്കും മണലൂർ റിട്ടേണിംഗ് ഓഫീസർക്കും UDF ചീഫ് ഇലക്ഷൻ ഏജന്റ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ തൃശ്ശൂരിൽ കിറ്റ് വിതരണ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്തത്. തന്റെ അറിവോടെയല്ല, NDAയുടെ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലല്ല അത്തരത്തിലുള്ള ഒരു കിറ്റ് വിതരണം ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. അതിനുശേഷമാണ് ഇന്ന് വാടാനപ്പള്ളിയിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കിറ്റ് വിതരണം നടത്തി എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വന്നു. എന്തായാലും ഈ ഒരു ഗോഡൌണിലെ വിഷ്വൽ അത് പോലീസ് പരിശോധിക്കും. 3 മുന്നണികളുടെയും പ്രതിനിധികളുടെ സമക്ഷത്തിലായിരിക്കും ആ വിഷ്വലുകൾ പരിശോധിക്കുക. അതിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾക്കോ BJPയുടെ പ്രവർത്തകരോ അതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.
ശരി, ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കിറ്റ് വിതരണം ചോദിക്കാനെത്തിയ തന്നെ കയ്യേറ്റം ചെയ്തെന്ന് മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. പോലീസിന്റെ സാന്നിധ്യത്തിൽ BJP-ക്കാർ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കിറ്റ് വിതരണം ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് TN പ്രതാപൻ പറഞ്ഞു. പോലീസിന്റെ സാന്നിധ്യത്തിൽ BJP-ക്കാര് എന്നെ കയ്യേറ്റം ചെയ്തു. പോലീസ് അത് നോക്കി നിന്നിട്ട് എന്നെ കയ്യേറ്റം ചെയ്യണത്. ഒരു ഇലക്ഷൻ BJP-ക്കാർ ഇപ്പൊ കയ്യേറ്റം ചെയ്തു പരസ്യമായിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ. ഈ ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം സ്ഥാനാർത്ഥി കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ഇല്ലേ, ആ പ്രൊട്ടക്ഷൻ ഇല്ലാതെ സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്തു. എന്തിനാ? ഇവിടെ BJP നടത്തിയ ഈ അഴിമതി കണ്ടുപിടിച്ചപ്പോ, ആ അഴിമതി ഈ ഗുരുതരമായ തെറ്റ് കണ്ടുപിടിച്ചപ്പോ അതിന് വന്നത് നമ്മളെ കയ്യേറ്റം ചെയ്യാന്ന് സംഘടിതമായി വന്നു. എന്നിട്ട് പോലീസ് പറയണ എന്നോട് ഇവിടുന്ന് മാറി പോവാൻ. BJP മാറ്റില്ല. BJP അതിനകത്ത് കിറ്റ് നേതൃത്വം കൊടുക്കുന്ന BJP-യുടെ പിന്നെ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും BJP-യുടെ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും അതേപോലെ തന്നെ മണലൂർ BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ മുഖ്യ ചുക്കാൻ പിടിക്കുന്ന ആളിനകത്തുണ്ട്. അയാൾ കസ്റ്റഡിയിലാണ്. ആളിനകത്തുണ്ട്. ഞങ്ങളുടെ ഡിമാൻഡ് ഒന്ന്, ഇപ്പോൾ കാസർഗോഡ് കർണാടക മുഖ്യമന്ത്രി ಸಿದ್ದರಾಮಯ್ಯ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുകയാണ്. ಇಲ್ಲಿ ಬಂದಾಗ ನಾನು ಕರ್ನಾಟಕದಲ್ಲಿದ್ದೀನಿ ಅಂತಕ್ಕಂಥ ಭಾವನೆ ಆಗ್ತದೆ. ಯಾಕಂದ್ರೆ ನೀವೆಲ್ಲ ಕನ್ನಡ ಮಾತನಾಡ್ತಕ್ಕಂಥ ಜನ. 1956ನೇ ಇಸ್ವಿನಲ್ಲಿ ಅದು ಕೇರಳಕ್ಕೆ ಸೇರಿತು. ಆದರೂ ಕರ್ನಾಟಕದಲ್ಲೇ ಇರಬೇಕಾಗಿತ್ತು ಅಂತಕ್ಕಂಥದ್ದು ನನ್ನ ಭಾವನೆ. ಯಾಕಂದ್ರೆ ನೀವೆಲ್ಲ ಕನ್ನಡ ಮಾತನಾಡ್ತಕ್ಕಂಥ ಜನ, ಕನ್ನಡದಲ್ಲಿ ಓದ್ತಕ್ಕಂಥ ಜನ. ಅದಕ್ಕೋಸ್ಕರನೇ ಇಲ್ಲಿ ರಾಷ್ಟ್ರಕವಿ ಮಂಜೇಶ್ವರ ಗೋವಿಂದ ಪೈ ಮಹಾನ್ ಸಾಹಿತಿಗಳಿದ್ರು. ಇಲ್ಲಿ ಕಯ್ಯಾರ KN ರೈ ಅವರು ಕೂಡ ಇಲ್ಲೇ ಮಂಜೇಶ್ವರದಲ್ಲಿ ಇದ್ದವರು. ಬಹಳ ಜನ ಕನ್ನಡದಲ್ಲಿ ಸಾಹಿತ್ಯವನ್ನು ರಚಿಸಿ ರಾಜ್ಯ ಮಟ್ಟದಲ್ಲಿ ಮತ್ತು ರಾಷ್ಟ್ರ ಮಟ್ಟದಲ್ಲಿ ಹೆಸರುಗಳನ್ನು ಗಳಿಸಿರ್ತಕ್ಕಂಥ. തൃശൂരിലെ തെരഞ്ഞെടുപ്പിനോടടുപ്പിച്ച് കിറ്റ് വിതരണം ചെയ്ത സംഭവം കിറ്റുകൾ BJP നൽകിയതല്ലെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. LDF-ന്റെ പരാതി വ്യാജമാണ്, താൻ ഒന്നും മറിഞ്ഞിട്ടില്ലെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി. എനിക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഞാൻ വല്ലതും ഇടപെട്ടാലല്ലേ എനിക്കറിയുള്ളൂ. അത് തെറ്റായിട്ടുള്ളൊരിതാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ, ഞാൻ അറിഞ്ഞിട്ടില്ല. അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ചേച്ചിയുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്? എത്രത്തോളം റെസ്പോൺസ്? നല്ല കോൺഫിഡൻസ് ഉണ്ട്. ശരി, അല്ല എത്രത്തോളം പോസിറ്റീവാണ് ആൾക്കാരെ കാണുമ്പോഴൊരു റെസ്പോൺസ് ഉള്ളത്? ആൾക്കാരെ കാണുമ്പോഴാണ് പോസിറ്റീവ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വനിതകൾ, അവർ വളരെ സ്നേഹത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നതും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശമാണ്. കിറ്റിന്റെ കാര്യം ചേച്ചി അറിഞ്ഞിട്ടില്ല? കിറ്റിൻ്റെ കാര്യം ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ അറിയാം? നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പുറത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താണെന്ന് അന്വേഷിച്ചത്. അപ്പോൾ ആർക്കും വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അവർക്ക് പണ്ടേ ഉള്ള ശീലമാണ് അവസാനമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ എന്താ സംശയം? ഒന്നാമത് ഞാൻ അറിഞ്ഞാലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടില്ല, അത് സത്യമാണ്. ശരി. തൃശൂരിൽ CPI നേതൃത്വത്തെ വെട്ടിലാക്കി വീണ്ടും കുരുക്ക്. CC മുകുന്ദന് പാർട്ടി നിയോഗിച്ച പേഴ്സണൽ അംഗത്തിനെതിരെ കേസെടുത്തു. വ്യാജ ഒപ്പിട്ട് പണം തട്ടിയതിലാണ് കേസ്. വ്യാജ ഒപ്പിട്ട് പണം തട്ടുന്നതിന് പിന്നിൽ നിന്ന് കളിച്ചത് VS സുനിൽകുമാറാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്നും CC മുകുന്ദൻ വ്യക്തമാക്കി.
മുൻമന്ത്രി VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന മസൂദ് കെ വിനോദ് പിന്നീട് CC മുകുന്ദൻ MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് ആവുകയായിരുന്നു. നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായി അധിക നേരം ജോലി ചെയ്തു എന്ന് കാണിച്ച MLAയുടെ സാക്ഷ്യപത്രത്തിൽ വ്യാജ ഒപ്പുവെച്ച് 85,400 രൂപ കൈപ്പറ്റിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. CPIയിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ പലതവണ പാർട്ടി നേതൃത്വത്തെ കാര്യമറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും വ്യാജ ഒപ്പിട്ട് പണം തട്ടുന്നതിന് പിന്നിൽ നിന്ന് കളിച്ചത് മുൻമന്ത്രി VS സുനിൽകുമാറാണെന്നും തുടർച്ചയായുള്ള പരാജയങ്ങൾ VS സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുന്നുവെന്നും നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ പറഞ്ഞു. VS സുനിൽകുമാർ പറഞ്ഞത് ഇതൊക്കെ സാധാരണയുള്ള കേസാണ്, അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ലെറ്റർ പേഡ് ഇയാൾ അവിടെ ഡ്യൂട്ടി എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ MLA ഒപ്പിട്ട് കൊടുക്കണം. കള്ളൊപ്പിട്ടിട്ടാണ് അത് രേഖപ്പെടുത്തി. അത് രേഖയുണ്ട്, വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി അവരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതി എന്നെ വിളിച്ച് പാർട്ടി ഇടപെട്ട് ചില ചർച്ചകൾ ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതൊക്കെ ഞാൻ ചെയ്തതാണ് എന്ന് പാർട്ടി പറയേണ്ടായി. മസൂദിനെ ചൊല്ലിയുള്ള തർക്കമാണ് CC മുകുന്ദനെ പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് പാർട്ടിയുമായി ഉടക്കിയ മുകുന്ദൻ BJPയിലേക്ക് ചേക്കേറുകയായിരുന്നു. പാർട്ടിയിലെ ക്രമക്കേടുകൾ ഇനിയും പുറത്തുവിടുമെന്നും CC മുകുന്ദൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ. ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPM. PK ശശി BJPയുമായി ഡീലുണ്ടാക്കിയെന്നാണ് ആരോപണം. എറണാകുളത്തെ ഏജൻസി മുഖാന്തരം BJP നേതാവിന് 50 ലക്ഷം രൂപ നൽകിയെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. PK ശശി നാമനിർദ്ദേശ പത്രികയിൽ കൃത്രിമം കാണിച്ചെന്ന് LDF നേരത്തെ പരാതി നൽകിയിരുന്നു. ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥി PK ശശി BJPയുമായി ഡീൽ ഉണ്ടാക്കിയെന്നാണ് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണം. ഡീലിന്റെ ഭാഗമായി മുൻ BJP സ്ഥാനാർത്ഥിക്ക് PK ശശി 50 ലക്ഷം രൂപ നൽകിയെന്നും എറണാകുളത്തെ ഏജൻസി വഴിയാണ് പണം കൈമാറിയതെന്നും നിലവിലെ BJP സ്ഥാനാർത്ഥിക്ക് ഡീൽ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. അയാള് വയസ്സ് കുറച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ യൗവനം എല്ലാ കാലത്തും നിലനിർത്താനുള്ള പരിശ്രമം നടക്കുകയാണ്. അങ്ങനെ ഒരു മാനസിക ചിന്ത എല്ലാ കാലത്തും ഉണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ വയസ്സ് അങ്ങനെ സർട്ടിഫിക്കറ്റിലെങ്കിലും കുറച്ചാൽ അദ്ദേഹത്തിൻ്റെ യൗവനം 16 വയസ്സ് പോലെ അതേപോലെ നിൽക്കുമോ എന്ന ഒരു പരീക്ഷണം അദ്ദേഹം നടത്തിയേ ഉള്ളൂ. നാമനിർദ്ദേശ പത്രികയിൽ പേരിലും വയസ്സിലും PK ശശി കൃത്രിമം കാണിച്ചെന്ന് LDF ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം കോടതിയിൽ ആരോപണങ്ങൾ തെളിയിക്കാൻ CPMനെ PK ശശി വെല്ലുവിളിച്ചു. തെറ്റായ പ്രചരണങ്ങളൊക്കെ ശക്തമായി നടക്കുന്നുണ്ട്, വ്യക്തിപരമായ സ്വഭാവഹത്യ നടക്കുന്നുണ്ട്. ഇതൊന്നും നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഏശാൻ പോകുന്നില്ല. അവസാനത്തെ അവനാടിയിൽ അസ്ത്രം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ വ്യാജരേഖ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ ഇവർ ധൈര്യമുണ്ടെങ്കിൽ കോടതി പോട്ടെ. PK ശശി പഠിച്ച കുലുക്കല്ലൂർ VAUP സ്കൂളിലെ സർട്ടിഫിക്കറ്റിലുള്ള പേര് ശശിധരൻ PK എന്നാണ്. പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേര് ശശി എന്ന് മാത്രമാണ്. പേരിൽ മാറ്റം വരുത്തണമെങ്കിൽ നിലവിലുള്ള നിയമപ്രകാരം ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകണം. ഇത് ചെയ്തതായി വിവരമില്ല എന്നാണ് LDF നേതാക്കളുടെ ആരോപണം. അമൃത ന്യൂസ്, പാലക്കാട്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ സ്ത്രീകളെ ഉപയോഗിച്ച് വ്യാജ പരാതികൾ നൽകുമെന്ന് സൂചന നൽകി ഇടുക്കി DCC അധ്യക്ഷൻ CP മാത്യുവിന്റെ പ്രസംഗം വിവാദമാകുന്നു. സംഘർഷമുണ്ടായാൽ ഉടൻ തന്നെ ബ്ലൗസ് വലിച്ചു കയറണമെന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകയോട് നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് CP മാത്യു പ്രസംഗത്തിൽ പറയുന്നത്. ഈ വനിത ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയെ ആക്രമിച്ചാൽ ബാക്കി എന്താണെന്ന് അറിയാമല്ലോ എന്നും CP മാത്യു പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി സോംസുണ്ട്. കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായില്ലോ, പഞ്ചായത്തിനകത്ത് പ്രശ്നം ഉണ്ടായില്ലേ? എന്താ സംഭവിച്ചത്? ഒട്ടുത്തു ആൻസി ഓരെണ്ണം അവൻ്റെ തലയുടെ മണ്ട പറഞ്ഞു. യുവമാർക്ക് മാത്രമുള്ള ഈ ഗുണ്ടകളുള്ളതല്ലേ പറയുന്നത്. നമ്മളെ ഗുണ്ടകളൊന്നുമില്ല, നല്ല ചെറുപ്പക്കാർ 19 പേരൊന്നുണ്ടാകും. കാപ്പി പത്രം വേണ്ട, ചുമ്മാ മറ്റേ ഈ നെഞ്ഞാമിഞ്ഞ സാധനങ്ങളൊക്കെ പോകുന്നത്. കാപ്പി പത്രം വെട്ടി ശരിയാക്കി തന്നെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ ഞങ്ങൾ കേട്ടുള്ളൂ. ക്യാമ്പിന് പോയിരുന്ന രാജേഷ് കുമാറിന്റെ ബോർഡ് കാണാൻ ഒരു രാജാവിനും ആ രാജാവിന്റെ കീഴിലുള്ള അനുയായികൾക്കുമെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേതെന്ന് ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കാര്യങ്ങൾ വിലയിരുത്തി ചിറ്റൂരിലെ ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതനാണ് അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ ഈ പ്രചരണ പരിപാടികൾ എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. തിരക്കിലാണല്ലേ? പാലക്കാടൻ ചൂടിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടെ ആകുമ്പോൾ നല്ല ഓട്ടത്തിലാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച്
ഈ 2 ചൂടും കൂടെ ഒരുമിച്ച് സഹിക്കാൻ ജനങ്ങളും വോട്ടർമാരും നിർബന്ധിതരായിരിക്കുകയാണ്. എത്രത്തോളം എത്തി പ്രചരണം? പ്രചരണം നമ്മൾ ഫൈനൽ ലാപ്പിലാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഫൈനൽ ലാപ്പിലാണ്. നല്ല രീതിയിൽ തന്നെ പ്രചരണം പോകുന്നു. ഗ്രൗണ്ട് ലെവലിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വളരെ കാലം ചിറ്റൂരിൻ്റെ MLA ആയിരുന്ന വ്യക്തിയാണ് താങ്കളുടെ പിതാവ്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം ഈ മത്സര രംഗത്തേക്ക് എത്തുന്ന സമയത്ത് ഇത്തവണ ചിറ്റൂരങ്ങ് എടുക്കുമോ? 100% ചിറ്റൂർ എടുക്കും. കഴിഞ്ഞ 10 വർഷത്തിൽ ഇവിടെ നടക്കാതിരുന്ന കാര്യങ്ങൾ മാത്രം മതി ചിറ്റൂർ തിരിച്ചെടുക്കാൻ വേണ്ടി. അതിനു മുമ്പ് നടന്ന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തി ഇത്തവണ ചിറ്റൂർ UDFന് അനുകൂലമാക്കി തരും. നമ്മൾ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നു. ആ സമയത്ത് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ അച്യുതൻ അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് ഇവിടെ വികസനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇടതുപക്ഷ ഇവിടെ MLA ആയിരുന്ന സമയത്താണ് വികസനം എന്താണ് എന്നുള്ളത് ചിറ്റൂരുകാർ അറിഞ്ഞത് എന്നാണ്. അതിലെന്താണ് പറയാനുള്ളത്? അല്ല, ഇവിടെ കേരളത്തിൽ വിവരാവകാശം എഴുതി കൊടുക്കാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിൽ ഒരു റോഡ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ട റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ചിറ്റൂർ നിയോജകമണ്ഡലത്തിൽ റോഡാണ്. ഇടതുപക്ഷത്തിൻ്റെ MLA-മാരത് പറഞ്ഞ് പ്രതിഫലിക്കുന്നുണ്ട്. അതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ജനങ്ങൾ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയിൽ ആര് പറഞ്ഞാലും ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിൽ മെയ് 4-ാം തീയതി നമുക്ക് കാണാം. പ്രചരണത്തിന് എന്തൊക്കെ വിഷയങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ചിറ്റൂർ ലഭിക്കേണ്ടിയിരുന്ന വികസനം, ചിറ്റൂർ ലഭിക്കേണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അത് ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉള്ള ഒട്ടനവധി വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു UDF തരംഗമായിരുന്നു. ആ തരംഗം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും എന്നുള്ളതാണ്. 100%. അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായി ഈ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ നേതാക്കൾക്കാണ് വോട്ട് ചെയ്യുന്നതും അവരുടെ പ്രവർത്തനമാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ എല്ലാവരും ഒരു രാജാവിൻ്റെ കീഴിലുള്ള കുറച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും എതിരെയുള്ള വിധേയത്തായിരിക്കും. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾ മുഴുവൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDFന്റെ ചിറ്റൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നത് എന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പട്ടികവർഗത്തിൽപ്പെട്ട വനിതകളെ ഉപയോഗിച്ച് കള്ളക്കേസുകൾ ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. അക്രമ മാർഗത്തിലൂടെ ഇടുക്കി നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനെല്ലാം DCC അധ്യക്ഷൻ CP മാത്യുവാണ് നേതൃത്വം നൽകുന്നതെന്നും CV വർഗീസ് ആരോപിച്ചു. ഇടുക്കി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആസൂത്രിതമായ നടത്തിക്കൊണ്ടിരുന്ന ഗൂഢാലോചന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പരസ്യമായ പ്രസംഗങ്ങൾ. മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ് ചെറുതോണിയിൽ ഒരു യോഗത്തിൽ ധീരരി രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കൊലയാളിയായ നിഖിൽ പൈലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് CPM നേതാക്കന്മാരുടെ വിശിഷ്ട CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ കാര്യം കയ്യും തല്ലുപിടിക്കേണ്ടി വന്നാൽ തല്ലുപിടിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ലൈംഗികാതിക്രമ കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. ഉച്ചയ്ക്ക് 2 മണിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും റിമാൻഡ് ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുൻപേ തെളിവെടുപ്പ് വേഗത്തിലാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ ഫോർട്ട് കൊച്ചിയിൽ അടക്കം എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. നാളെ വൈകിട്ട് 4 മണി വരെയാണ് രഞ്ജിത്തിന്റെ കസ്റ്റഡി കാലാവധി. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും വേഗത്തിൽ പൂർത്തിയാക്കി പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയായിരുന്നു. ജനുവരി 30-ന് ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ക്യാരവാനിൽ വെച്ച് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നായിരുന്നു പെൺകുട്ടിയുടെ പരാതി. ക്യാരവാൻ മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവ ദിവസം ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ ചിലരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ക്യാരവാന്റെ ഡ്രൈവറെ അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. ലൈംഗിക അതിക്രമം, സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ, അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കൽ എന്നിവയുൾപ്പെടെ നിരവധി വകുപ്പുകൾ പ്രകാരമാണ് കൊച്ചി സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ചൊവ്വാഴ്ച രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും.
അമൃത ന്യൂസ്, കൊച്ചി. കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ കോഴിക്കോട് സ്വദേശിനി GS ശരണ്യയെ കണ്ടെത്തി. 4 ദിവസം നീണ്ട തെരച്ചിലിൽ താഴ്വാരത്തിൽ നിന്ന് തന്നെയാണ് ശരണ്യയെ കണ്ടെത്തിയത്. കർണാടക വനംവകുപ്പും പോലീസും ചേർന്നാണ് വനമേഖലയിൽ തെരച്ചിൽ നടത്തിയത്. നക്സൽ വിരുദ്ധ സേനാംഗങ്ങളും തെരച്ചിലിൽ പങ്കെടുത്തിരുന്നു. ശരണ്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് സൂചന. കുടകിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ തടിയൻറ്റുമോൾ കയറാനായി ഏപ്രിൽ 2 ഒറ്റയ്ക്കാണ് ശരണ്യ കൊച്ചിയിൽ നിന്ന് കുടകിലെത്തിയത്. പ്രദേശത്തെ കാട്ടാനശല്യം കണക്കിലെടുത്ത് മറ്റ് 10 പേർ അടങ്ങുന്ന സംഘത്തിനൊപ്പമാണ് ശരണ്യ യാത്ര തിരിച്ചത്. തനിക്ക് വഴിതെറ്റിയതായി ശരണ്യ ഹോം സ്റ്റേ ജീവനക്കാരെ ഫോണിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഫോൺ സിഗ്നൽ നഷ്ടപ്പെടുകയും സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുമായി കാട്ടാക്കട മണ്ഡലത്തിൽ അമിത്ഷാ സംസാരിക്കുകയാണ്. धर्म जनसेना एन सुरेंद्रन जी और आज कड़ा की इस सभा में आए हुए प्यारे भाइयों, बहनों, माताओं और मेरे जिगर के टुकड़े जैसे युवा मित्रों, आप सभी को राम राम।